നമുക്ക് വരുന്ന കോളുകൾ, നമുക്ക് വരുന്ന മെസ്സേജുകൾ, അതിൻ്റെ സുരക്ഷ നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. അതായത് നമുക്കറിയാം സ്പാം കോളുകൾ, സ്പാം മെസ്സേജുകൾ ഇതുവഴി ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇത് ഒഴിവാക്കാനും ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. പക്ഷേ ഇൻബിൽട്ട് ആയിട്ട് തന്നിട്ടുള്ള ഫോൺ ഡയലറിലും അതുപോലെ തന്നെ മെസ്സേജിങ് ആപ്പിലും ഈ ഓപ്ഷൻ പല മൊബൈലിലും കാണുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ മൊബൈലിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ആ ഒരു ഡയലർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും നമുക്ക് സ്പാം കോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ അതർ കോൾ സെറ്റിംഗ്സിലൊക്കെ ഞാൻ പോയി നോക്കി. ഇവിടെ എവിടെയും അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഇല്ല. ചില മൊബൈലുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന സാംസങ് മൊബൈലാണ്, ഇതിൽ കാണുന്നില്ല. ഇവിടെ ഒരു ഡയലർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഡയലറാണ്. ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഫോൺ എന്ന് ടൈപ്പ് ചെയ്തു. ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോൺ ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഇത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ തന്നെ പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതായത് ഫയൽസ് ബൈ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം, അങ്ങനെയെല്ലാം നമ്മൾ ഗൂഗിളിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതും വളരെ സെക്യൂർ ആണ്, നമുക്ക് നല്ല ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന ആപ്ലിക്കേഷനാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റസ് ഡിഫോൾട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻബിൽട്ട് ആയിട്ടുള്ള ഭാഗത്തായിരിക്കും ഉണ്ടാകുക, അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് സെറ്റസ് ഡിഫോൾട്ട് കൊടുക്കുക. ഇത്രേ ചെയ്യേണ്ടൂ. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ഡയലറിലേക്ക് എത്തിയിട്ടുണ്ടാകും. 3 ഡോട്ട്സിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കോളർ ID ആൻഡ് സ്പാം എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും, രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. സി കോളർ ആൻഡ് സ്പാം ID, അതുപോലെ തന്നെ ഫിൽറ്റർ സ്പാം കോൾസ്. ഇത് രണ്ടും എനേബിൾ ചെയ്ത് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ തന്നെ നമുക്ക് എഴുതി കാണിച്ചു തരുന്നുമുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമ്മുടെ മൊബൈൽ സാധാരണ മെസ്സേജ് വരുന്ന ആപ്ലിക്കേഷൻ അതും നമുക്കൊന്ന് മാറ്റണം. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് ഗൂഗിളിൻ്റെ തന്നെ മെസ്സേജസ് എന്ന ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇതുപോലെ മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളൊന്ന് സെർച്ച് കൊടുക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഗൂഗിൾ മെസ്സേജസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതും ഗൂഗിളിൻ്റെ തന്നെയാണ്, നല്ല ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന ആപ്ലിക്കേഷനാണ്. ഇതും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റസ് ഡിഫോൾട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജസ് സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം സ്പാം പ്രൊട്ടക്ഷൻ. ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് എനബിൾ അല്ല എങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി അങ്ങനെ മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്പാം ആൻഡ് ബ്ലോക്ക്ഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിർബന്ധമായിട്ടും ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ മൊബൈൽ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഇത് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചും പ്രായമായവർ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുക പോലുമില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.